Assalamualaikum, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഓയിലിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതേ അളവിൽ തന്നെ 1/4 കപ്പ് തൈര്, കട്ട തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കട്ട തൈര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഈ അരിപ്പിയിലൊക്കെ ഒന്ന് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 1/4 കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഷുഗർ പൗഡർ കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചേർത്തി കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആവണ വരെ ചെറുതായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ഫ്ലോർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കോഫി പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന് ഉണ്ടാവുക. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ നമ്മളൊരു 1/4 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് കട്ടൊന്നുമില്ലാതെ ചലിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് അരിപ്പ കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് 1, 2, 3 പ്രാവശ്യം വരെയൊക്കെ ഞാൻ ചെയ്തെടുക്കാം. അതിന് അത്രത്തോളം നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഞാനിവിടെ 1 പ്രാവശ്യമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ല പൊടിയായിട്ട് തന്നെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസ്ക് കൊണ്ട് ആദ്യം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് ബീറ്റർ ഒന്നുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഈ പൊടിയൊക്കെ ആകെ പാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വിസ്ക് കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കണത്. ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ ഇതിന് യൂസ് ചെയ്യാൻ എല്ലാവരും നോക്കുക. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡർ ചേർക്കുമ്പോഴാണ് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടുക. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ടാണ് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. എന്നും ഇഫ്താർ വ്ളോഗ് കണ്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാനൊരു റെസിപ്പി ആയിട്ട് തന്നെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ചെറുതായി വിസ്ക് കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി ബീറ്റർ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. ഉമ്മാൻ്റെ ബർത്ത്ഡേ ആണ്, നോമ്പ് 16-ന്. അപ്പോൾ നമുക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. ഇതിൽ നമുക്ക് മുട്ട ഒന്നും ചേർക്കേണ്ട, അതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടിന്നിൽ ഓയിൽ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ചെമ്പും കൂടെ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മിക്സ് നമ്മുടെ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമുക്കിതാ പാത്രത്തിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ നല്ലപോലെ ഒന്ന് അടച്ചിട്ട് വെയിറ്റുള്ള സാധനം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സിമ്മാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് കൂട്ടിയിട്ട് മീഡിയത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു പപ്പടം കുത്തി കൊണ്ട് ഞാനൊന്ന് കുത്തി നോക്കിയപ്പോൾ അതിൻ്റെ നടുവിൽ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 40 മിനിറ്റാണ് ടോട്ടലി ഞാൻ വെച്ചത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ് ഇനി. മാഷാഅല്ലാഹ്, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ മുട്ട ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിരിക്കണത്. അപ്പോൾ നമുക്കിനി ബട്ടർ പേപ്പറൊക്കെ പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വേണം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാൻ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കൊക്കെ ടൈം ആവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതാക്കി എടുക്കുകയാണ്. അപ്പോൾ തീരെ സമയമില്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ഇത് നമുക്ക് ഇനി ഇത് ഓരോ ലെയർ ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ലെയർ ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധയോടെ തന്നെ മുറിച്ചെടുക്കുക എല്ലാവരും. നടുവിലും ഇങ്ങനെ കൈവച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കുക. ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വളരെ സാധ്യതയുണ്ട്. നിങ്ങൾ ചൂടാറിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി രണ്ടാമത്തെ ലെയറും കൂടെ ഞാൻ ആകെ മൊത്തം 3 ലെയറാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ലെയർ കൂടെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4-5 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നടുവിൽ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്നതിന് പകരമായിട്ട് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് ചൂടായി വരുന്തോറും നമ്മുടെ ഈ ചോക്ലേറ്റ് നന്നായി മെൽറ്റായിട്ട് നല്ലപോലെ ക്രീമായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഇങ്ങനെ മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മെൽറ്റാവണം, നമുക്ക് നല്ല ക്രീമി ആയിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് പാല് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നേരത്തെ ഒഴിച്ച പോലെ തന്നെ പാല് ഞാൻ വീണ്ടും 2 പ്രാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത പാലും കൂടെ ഈ നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ചിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു മാക്സിമം ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും ആയി കിട്ടുന്ന പോലെയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടുവിൽ നമ്മൾ ഷുഗർ സിറപ്പിനൊക്കെ പകരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മുടെ ലെയർ കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ വീണ്ടും ഇതിലും ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗണേശൻ കൂടെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി കൊക്കോ പൗഡർ ഒരു 1/4 കപ്പ് ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ പൊടിക്കാത്തതായിട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് നല്ല മിക്സായി കിട്ടും. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കേക്കിന് മുകളിലായിട്ട് നമ്മൾ ഗണേശ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ എത്ര ലെയറാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് ആ ലെയറൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ കറക്റ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഇത് ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഗണേശത്തിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടോടുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുക. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മുടെ കട്ട പിടിച്ച പോലെയാവും, നമ്മുടെ ഇതുപോലെ ഒന്നും ഒഴുകി വരില്ല. അപ്പോൾ എല്ലായിടത്തും ആവുന്ന പോലെ നല്ലപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗനാശം കൂടെ ഉണ്ടാക്കിയത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഗനാശം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഗനാശൊക്കെ ഒഴിച്ച് നമ്മുടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നമ്മളിതുപോലെ ഒന്ന് സൈഡ് പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ പേരും കാര്യങ്ങളൊന്നും എഴുതിയെടുക്കുന്നില്ല. സിമ്പിളായിട്ട് തന്നെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റും കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഈ സൈഡ് പോർഷനിലേക്കായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി അതിന് മുകളിലായിട്ട് സൈഡായിട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മാഷാഅല്ലാ, അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. കഴിച്ചു നോക്കിയിട്ടുള്ളതുകൊണ്ട് പറയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളി കേക്കാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചോക്ലേറ്റ് കേക്കാണ്. ഇതിന് വിപ്പിംഗ് ക്രീമോ മുട്ടയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ജ്യൂസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നും ഒരേപോലെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒന്ന് വെറൈറ്റിക്ക് നമ്മൾ റെസിപ്പി ആയിട്ട് തന്നെ ഒന്ന് ചെയ്തത്. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഉമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല കേക്കിൻ്റെ കാര്യമൊന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.